ഒരു വശത്ത് ദക്ഷിണേഷ്യയിലെ അതിർത്തികളിൽ പുടിന്റെ വിപ്ലവകരമായ കുരിൽ ദ്വീപ് സന്ദർശനവും ജപ്പാന്റെ കടുത്ത അമർഷവും പുകയുമ്പോൾ മറുവശത്ത് ചൈനയുടെ അന്താരാഷ്ട്ര തീരുവ വെട്ടിപ്പുകൾ തടയാൻ ഇന്ത്യ അടക്കം 40 രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തുന്ന വമ്പൻ റെഡ് അലേർട്ടുകളും അതിനായിട്ട് രംഗത്തിറക്കുന്ന AI ടെക്നോളജികളുമാണ് വാർത്തകളിൽ നിറയുന്നത്. ഇതിനെല്ലാം പുറമെ മിഡിൽ ഈസ്റ്റിൽ യുദ്ധമുഖത്ത് 250 ദിവസത്തിലധികം കര തൊടാതെ കിടന്ന നാവികരുടെ ആത്മഹത്യാ ശ്രമങ്ങളും മാനസികാരോഗ്യ പ്രതിസന്ധിയും മൂലം ആടിയുലയുന്ന അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ എന്ന ഭീമൻ വിമാനവാഹിനി കപ്പലും ഒപ്പം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയോടുള്ള ലോകരാജ്യങ്ങളുടെ വിരുദ്ധമായ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്ന പ്യൂ സർവേ ഫലങ്ങളും സിന്ധു നദീജല കരാറിനെ ചൊല്ലി ഇന്ത്യക്കെതിരെ വീണ്ടും റെഡ് ലൈൻ ഭീഷണിയുമായിട്ട് രംഗത്തെത്തിയ പാകിസ്ഥാന്റെ നിലപാടുകളുമെല്ലാം ആഗോളതലത്തിൽ വൻ നയതന്ത്ര കൊടുങ്കാറ്റുകളാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. നോക്കാം ഓരോന്നും. വെൽക്കം ടു ലോക. ലോകത്തിന്റെ ഒരു കോണിൽ കടലിനിടയിൽ കിടക്കുന്ന കുറച്ച് ചെറിയ ദ്വീപുകൾ. പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ സംഭവമൊന്നും തോന്നില്ല. പക്ഷേ ഈ ഐലൻഡ്സിന് പിന്നിൽ 80 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് ഉണ്ട്. റഷ്യ പറയുന്നു ഇത് ഞങ്ങളുടെ ടെറിട്ടറിയാണ്. അതേസമയം ജപ്പാൻ പറയുന്നു അല്ല, ഇത് ഞങ്ങളുടെ നോർത്തേൺ ടെറിട്ടറീസ് ആണ്. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് 80 വർഷത്തോളമായിട്ടും ഒപ്പിടാത്ത ഒരു സമാധാന ഉടമ്പടി. അങ്ങ് പസഫിക് സമുദ്രത്തിൽ റഷ്യയും ജപ്പാനും തമ്മിൽ പതിറ്റാണ്ടുകളായിട്ട് പുകയുന്ന ഒരു വമ്പൻ അതിർത്തി തർക്കം. ഇപ്പോഴിതാ ആ തർക്കഭൂമിയിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന ഏഷ്യൻ മേഖലയിൽ വലിയൊരു ഡിപ്ലോമാറ്റിക് കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. 2026 ഓഗസ്റ്റ് 13 പുടിൻ ആദ്യമായിട്ട് ഈ പറയുന്ന ഡിസ്പ്യൂട്ടഡ് കുരിൽ ഐലൻഡ്സിലേക്ക് നേരിട്ട് എത്തി. അതിൽ പ്രധാനപ്പെട്ട ഇതുരുപ് ദ്വീപിലാണ് പുടിൻ എത്തിയത്. അവിടെ ഫിഷ് പ്രോസസിംഗ് പ്ലാന്റ്, ഹോസ്പിറ്റൽ, സ്കൂൾ എന്നിവ സന്ദർശിക്കുകയും സഖാലിൻ ഗവർണർ വലേറി ലിമാരെൻകോയുമായി കാണുകയും ലോക്കൽ റെസിഡൻസിനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ പുടിന്റെ ഈ ഒരു യാത്ര ഒരു സാധാരണ റീജിയണൽ വിസിറ്റ് ആയിട്ടല്ല ടോക്കിയോ കണ്ടത്. ജപ്പാൻ ഫോറിൻ മിനിസ്റ്റർ തോഷിമിത്സു മൊട്ടേഗി റഷ്യൻ അംബാസിഡർ നിക്കോലൈ നോസ്ഡ്രേവിനെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകേച്ചി ഇതിനെ തികച്ചും അസ്വീകാര്യമാണ്, ഞങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്നാണ് വിശേഷിപ്പിച്ചത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ കുരിൽ ദ്വീപിൽ തർക്കം? എന്തുകൊണ്ടാണ് പുടിന്റെ ഈ ഒരു സന്ദർശനം ജപ്പാനെ ഇത്രയധികം ചൊടിപ്പിച്ചത്? സെക്കൻഡ് വേൾഡ് വാർ മുതൽ ഇന്ന് വരെയുള്ള ഈ ഒരു സംഘർഷത്തിന്റെ കഥ എന്താണ് പരിശോധിക്കാം. കുരിൽ ഐലൻഡ്സ് എന്നത് റഷ്യയുടെ ഒരു ഫാർ ഈസ്റ്റിൽ നിന്ന് ജപ്പാന്റെ ഹൊക്കൈഡോ വരെ നീളുന്ന വോൾക്കാനിക് ഐലൻഡ് ചെയിൻ ആണ്. ഇതിൽ 4 സദേൺ ഐലൻഡ്സ്, ഇതുരുപ്, കുനാഷിർ, ഷിക്കോട്ടാൻ, ഹബോമായി ഐലൻഡ്സ് ഇവയാണ് പ്രധാന ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ടിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. റഷ്യ ഇവയെ സദേൺ കുരിൽസ് എന്ന് വിളിക്കുന്നു. അതേസമയം ജപ്പാൻ ഇവയെ നോർത്തേൺ ടെറിട്ടറീസ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഈ 4 ദ്വീപുകളും റഷ്യയുടെ കൺട്രോളിലാണ്. പക്ഷേ ജപ്പാൻ സോവർണിറ്റി ക്ലെയിം തുടരുകയാണ്. ഇനി ഇതിന്റെ ചരിത്രം നോക്കുമ്പോൾ 19ാം നൂറ്റാണ്ടിൽ തന്നെ റഷ്യയും ജപ്പാനും ഈ പ്രദേശത്തിന്റെ ബോർഡർ സംബന്ധിച്ച എഗ്രിമെന്റ്സ് ഉണ്ടാക്കിയിരുന്നു. 1855 ട്രീറ്റി ഓഫ് ഷിമോഡ പ്രകാരം ഇതുരുപ് ജപ്പാന്റെ ഭാഗമായിട്ടും അതിന് വടക്കുള്ള ഉറുബ് മുതൽ കുരിൽ ഐലൻഡ്സ് റഷ്യയുടെ ഭാഗമായും കണക്കാക്കപ്പെട്ടു. പിന്നീട് 1875 ട്രീറ്റി ഓഫ് സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ ജപ്പാൻ സഖാലിനിലുള്ള അവകാശങ്ങൾ വിട്ടുകൊടുത്തതിന് പകരമായിട്ട് കുരിൽ ഐലൻഡ്സ് മുഴുവൻ സ്വന്തമാക്കി. 1904, 1905 റൂസോ ജാപ്പനീസ് വാറിൽ ജപ്പാൻ റഷ്യയെ തോൽപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ പോർട്സ്മൗത്ത് ട്രീറ്റി വഴി ജപ്പാന്റെ റീജിയണൽ ഇൻഫ്ലുവൻസ് വീണ്ടും ശക്തമായി. പക്ഷെ എല്ലാം മാറിയത് 1945-ലാണ്. വേൾഡ് വാർ II അവസാന ഘട്ടത്തിൽ ജപ്പാൻ സറണ്ടർ ചെയ്യാൻ പോകുന്ന സമയത്ത് സോവിയറ്റ് യൂണിയൻ ജപ്പാനെതിരെ യുദ്ധത്തിൽ പ്രവേശിച്ചു. 1945 ഓഗസ്റ്റിൽ സോവിയറ്റ് ഫോഴ്സസ് കുരിൽ ഐലൻഡ്സ് പിടിച്ചെടുത്തു. പിന്നീട് ജാപ്പനീസ് റെസിഡൻസിനെ അവിടെ നിന്ന് പുറത്താക്കി. അതിനുശേഷം ഇന്ന് വരെ ഈ ഐലൻഡ്സ് റഷ്യയുടെ അഡ്മിനിസ്ട്രേഷനിലാണ്. പലതവണ ചർച്ചകൾ നടന്നെങ്കിലും ഒരു ദ്വീപും വിട്ടു നൽകാൻ റഷ്യ തയ്യാറായില്ല. 2010 അന്നത്തെ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവും 2021 പ്രധാനമന്ത്രി മിഖായേൽ മിഷുട്സെവും ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. എന്നാൽ പുടിൻ നേരിട്ടെത്തുന്നത് ഇതാദ്യമായിട്ടാണ്. ഏതായാലും ഇതുരുപ് സന്ദർശനത്തിന് മുമ്പ് പസഫിക് ഫ്ലീറ്റ് നേവൽ ഡ്രിൽസിന്റെ ഭാഗമായിട്ട് പുടിൻ സഖാലിനിൽ എത്തിയിരുന്നു. നേവൽ എക്സസൈസിൽ പങ്കെടുത്ത വാർഷിപ്പിൽ ഇരുന്ന് അദ്ദേഹം പറഞ്ഞത് കുരിൽ ഐലൻഡ്സിന്റെ നിലവിലെ സ്റ്റേറ്റസ് വേൾഡ് വാർ IIന്റെ ഔട്ട്കമ്മിൽ നിന്നുണ്ടായ ഇന്റർനാഷണൽ ഡോക്യുമെന്റ്സിൽ അംഗീകരിക്കപ്പെട്ട റിയാലിറ്റി ആണ് എന്നാണ്. അതേസമയം റഷ്യ ജപ്പാനുമായിട്ട് പീസ് ട്രീറ്റി ചർച്ച ചെയ്യാനുള്ള വാതിൽ പൂർണ്ണമായും അടച്ചിട്ടില്ല എന്നും പുടിൻ പറഞ്ഞു. ഇതാണ് ഈ ഒരു ഡിസ്പ്യൂട്ടിന്റെ മറ്റൊരു വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. റഷ്യയും ജപ്പാനും ടെക്നിക്കലി വേൾഡ് വാർ II അവസാനിപ്പിക്കുന്ന ഫോർമൽ പീസ് ട്രീറ്റി ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. കാരണം ഈ ഒരു ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് തന്നെയാണ് പ്രധാന തടസ്സങ്ങളിൽ ഒന്ന്.
പുടിൻ ഇപ്പോഴത്തെ വിസിറ്റിലും ജപ്പാന്റെ റഷ്യ പോളിസിയെ വിമർശിച്ചു. ജപ്പാൻ റഷ്യ പ്രധാന സെക്യൂരിറ്റി ത്രെറ്റായിട്ട് കാണുന്ന രീതിയിലുള്ള മാറ്റവും സാങ്ഷൻസ് പോളിസിയും മോസ്കോ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അപ്പോൾ പുടിൻ എന്തിനാണ് ഇപ്പോൾ തന്നെ ഇത്ര പോയത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സുവേർണിറ്റി സിഗ്നൽ ആണ്. പുടിൻ ഇവിടെ നേരിട്ട് എത്തുന്നത് മോസ്കോ ഈ ഐലൻഡ്സ്, ഈ ദ്വീപുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. ഒരു പ്രസിഡന്റ് ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി സന്ദർശിക്കുന്നത് വെറും ടൂറിസം അല്ല, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മിലിറ്ററി സ്ട്രാറ്റജിയാണ്. കുരിൽ ഐലൻഡ്സ് റഷ്യയ്ക്ക് സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവ പസഫിക് ഓഷ്യനിലേക്കുള്ള ആക്സസിനും സീ ഓഫ് ഒക്കോട്സിനും ഇടയിലാണ്. റഷ്യയുടെ പസഫിക് ഫ്ലീറ്റിന്റെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റുമായിട്ട് ഈ ഒരു പ്രദേശം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി മൂന്നാമത്തെ കാരണം ജപ്പാനുള്ള ശക്തമായ സന്ദേശമാണ്. ഇപ്പോൾ ജപ്പാൻ അമേരിക്കയുടെ ഒരു വളരെ അടുത്ത സഖ്യകക്ഷിയാണ്. യുക്രൈൻ വാറിന് ശേഷം ടോക്കിയോ റഷ്യക്കെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്തി. അതോടൊപ്പം ജപ്പാൻ സ്വന്തം ഡിഫൻസ് കേപ്പബിലിറ്റീസ് ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചൈനയും റഷ്യയും തമ്മിലുള്ള അടുപ്പവും നോർത്ത് കൊറിയയുടെ മിസൈൽ പരീക്ഷണങ്ങളും ഏഷ്യ പസഫിക് മേഖലയിൽ വലിയ സുരക്ഷാ ആശങ്ക സൃഷ്ടിക്കുമ്പോഴാണ് പുടിന്റെ ഈ ഒരു നീക്കം വരുന്നത്. ഇനി ഈ ഒരു തർക്കം ഉടൻ പരിഹരിക്കുമോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ സാധ്യത വളരെ കുറവാണ്. കാരണം റഷ്യ ഇപ്പോൾ ഈ ഐലൻഡ്സിൽ സുവേർണിറ്റി മാത്രമല്ല മിലിറ്ററി പ്രസൻസും ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ജപ്പാൻ ക്ലെയിം ഉപേക്ഷിക്കാനും തയ്യാറല്ല. അതേസമയം യുക്രൈൻ വാർ കാരണം റഷ്യ ജപ്പാൻ റിലേഷൻസ് വളരെ മോശം അവസ്ഥയിലാണ് നിലവിൽ. അതുകൊണ്ട് മുമ്പുണ്ടായിരുന്ന അബി പുടിൻ ഡിപ്ലോമസി പോലെ ഒരു എൻവയോൺമെന്റ് അല്ല ഇപ്പോൾ ഉള്ളത്. എന്നാൽ പുടിൻ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റഷ്യ ജപ്പാൻ ഉൾപ്പെടെയുള്ള നെയ്ബേഴ്സുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ ഇപ്പോഴും തയ്യാറാണ് എന്നുള്ളതാണ്. പക്ഷേ സുവേർണിറ്റി ക്വസ്റ്റ്യനിൽ മോസ്കോയുടെ പൊസിഷൻ വളരെ ശക്തമാണ്. ടോക്കിയോയുടെ നിലപാടും അത്ര തന്നെ ശക്തമാണ്. അതുകൊണ്ട് ഇപ്പോൾ കാണുന്നത് ഒരു പുതിയ യുദ്ധമല്ല, പക്ഷെ ഒരു പഴയ അധ്യായം വീണ്ടും തുറക്കുന്നതാണ്. ഒരു വശത്ത് റഷ്യ പസഫിക്കിൽ തങ്ങളുടെ നില ശക്തിപ്പെടുത്തുന്നു, മറുവശത്ത് ജപ്പാൻ ചൈന, റഷ്യ, നോർത്ത് കൊറിയ എന്നിവയുടെ പ്രഷർ നേരിടാനായിട്ട് സ്വന്തം ഡിഫൻസ് ശക്തിപ്പെടുത്തുന്നു. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് വേൾഡ് വാറിന്റെ അവസാന ഓർമ്മപ്പെടുത്തലും ദേശീയ അഭിമാനത്തിന്റെ പ്രശ്നവുമാണ് ഈ ഐലൻഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ റഷ്യയെ സംബന്ധിച്ച് തങ്ങളുടെ പസഫിക് അതിർത്തിയിലെ വിട്ടുവീഴ്ചയില്ലാത്ത സൈനിക കോട്ടയാണ് കുരിൽ ദ്വീപുകൾ. വേൾഡ് മാപ്പിൽ ചെറിയതായിട്ട് തോന്നുന്ന ചില സ്ഥലങ്ങൾ ചിലപ്പോൾ വലിയ രാജ്യങ്ങളുടെ ഭാവി തന്നെ മാറ്റും. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കുരിൽ ഐലൻഡ്സ്. ഒരു ചൈനീസ് പ്രോഡക്റ്റ് നേരിട്ട് അമേരിക്കയിലേക്ക് എത്തിയാൽ വലിയ ടാരിഫ് കൊടുക്കണം. പക്ഷെ അതേ പ്രോഡക്റ്റ് ചൈനയിൽ നിന്ന് ആദ്യം മറ്റൊരു രാജ്യത്തേക്ക് അയച്ചു. അവിടെ ചെറിയൊരു അസംബ്ലി, റീപാക്കിംഗ്, റീലേബലിംഗ് ഒക്കെ നടത്തി പിന്നെ ആ രാജ്യത്ത് നിർമ്മിച്ച പ്രോഡക്റ്റ് എന്ന രീതിയിൽ അമേരിക്കയിലേക്ക് എത്തിച്ചാലോ ടാരിഫ് കുറയും. അമേരിക്ക പറയുന്നത് ഇതാണ് ചൈന വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന വലിയ ട്രേഡ് ലൂപ്പ് ഹോൾ. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈ ലൂപ്പ് ഹോൾ അടയ്ക്കാനുള്ള പുതിയ നീക്കത്തിലാണ്. ആഗോള വ്യാപാര രംഗത്ത് വീണ്ടും വലിയൊരു ആഘാതം സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഒരു വമ്പൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട്. ദ ഗ്രേറ്റ് ട്രാൻസ്ഷിപ്മെന്റ് സ്കാം എന്ന് പേരിട്ടിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ ചൈനയെ മാത്രമല്ല ഇന്ത്യ, കാനഡ, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, സൗത്ത് കൊറിയ, മെക്സിക്കോ തുടങ്ങി ഏകദേശം 40 രാജ്യങ്ങൾ കൂടി വാഷിംഗ്ടൺ ട്രാൻസ്ഷിപ്മെന്റ് റിസ്ക് ഉള്ള രാജ്യങ്ങളായിട്ട് ഫ്ലാഗ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ഈ ഒരു ആരോപണം? അമേരിക്കൻ തീരുവകളിൽ നിന്ന് രക്ഷപ്പെടാൻ ചൈന തങ്ങളുടെ പ്രോഡക്ട്സ് ഇന്ത്യ, കാനഡ, മെക്സിക്കോ, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് തിരിച്ചുവിട്ട് അവിടെ വെച്ച് ലേബൽ മാറ്റി അമേരിക്കയിലേക്ക് കടത്തുന്നു. ഇതിനെ ട്രാൻസ്ഷിപ്മെന്റ് സ്കാം അല്ലെങ്കിൽ ഷാഡോ നെറ്റ്വർക്ക് എന്നാണ് അമേരിക്ക വിളിക്കുന്നത്. വർഷത്തിൽ 40 ബില്യൺ മുതൽ $303 ബില്യൺ വരെ മൂല്യമുള്ള ചൈനീസ് സാധനങ്ങളാണ് ഇതുവഴി അമേരിക്കൻ വിപണിയിലേക്ക് എത്തുന്നത്. ഇതിനെതിരെ പോരാടാൻ ഡിറ്റക്റ്റീവ് ബോർഡർ എന്ന AI സിസ്റ്റം രംഗത്ത് ഇറക്കാനാണ് വൈറ്റ് ഹൗസിന്റെ തീരുമാനം. എന്താണ് ഈ ഗ്രേറ്റ് ട്രാൻസ്ഷിപ്മെന്റ് സ്കാം? ഇന്ത്യയിലെ ഏതൊക്കെ നിർമ്മാണ മേഖലകളെയാണ് അമേരിക്കൻ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്? പരിശോധിക്കാം. ട്രംപിന്റെ മുതിർന്ന വ്യാപാര ഉപദേശകനായ പീറ്റർ നവാരോ ആണ് ഈ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. 2018 ട്രംപ് ഭരണകൂടം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ കടുത്ത സെക്ഷൻ 301 ടാരിഫുകൾ ചുമത്തിയതോടെയാണ് ചൈന ഈ കള്ളക്കളി തുടങ്ങിയതെന്ന് റിപ്പോർട്ട് പറയുന്നു. എങ്ങനെയാണ് ഈ ട്രാൻസ്ഷിപ്മെന്റ് നടക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് ചൈന നേരിട്ട് അമേരിക്കയിലേക്ക് സാധനങ്ങൾ കയറ്റി അയച്ചാൽ വലിയ തുക തീരുവയായിട്ട് കൊടുക്കണം. 2, അതുകൊണ്ട് ചൈന തങ്ങളുടെ പകുതി നിർമ്മിച്ച സാധനങ്ങൾ കുറഞ്ഞ ലേബർ കോസ്റ്റും കുറഞ്ഞ കസ്റ്റംസ് പരിശോധനയുമുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കുന്നു. മൂന്നാമതായിട്ട് അവിടെ വെച്ച് ചെറിയ രീതിയിലുള്ള പ്രോസസ്സിംഗ്, പാക്കിംഗ് മാറ്റൽ, അതായത് റീപാക്കിംഗ്, ലേബൽ മാറ്റൽ, റീലേബലിംഗ് അല്ലെങ്കിൽ റീ ഇൻവോയ്സിംഗ് ഒക്കെ നടത്തുന്നു. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അതോടെ ആ സാധനം മെയ്ഡ് ഇൻ ചൈന എന്നതിന് പകരം മെയ്ഡ് ഇൻ ഇന്ത്യയോ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ മെക്സിക്കോ ഒക്കെ ആയിട്ട് മാറും.
ഇനി അടുത്ത സ്റ്റേജ് തുടർന്ന് യാതൊരു നികുതി തടസ്സവും ഇല്ലാതെ അത് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ചൈന തങ്ങളുടെ കയറ്റുമതികൾ 40-ലധികം രാജ്യങ്ങളിലൂടെ ലോണ്ടർ ചെയ്യുകയാണ് എന്നാണ് പീറ്റർ നവാരോ ആരോപിച്ചത്. അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ രാജ്യങ്ങളാണ് ഈ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. കാനഡ, മെക്സിക്കോ, യൂറോപ്യൻ യൂണിയൻ, ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, തായ്വാൻ, വിയറ്റ്നാം എന്നിവയെല്ലാം അമേരിക്കയുടെ സംശയ നിഴലിലാണ്. ഇന്ത്യയെക്കുറിച്ച് റിപ്പോർട്ടിൽ പ്രത്യേകമായി പറയുന്നത് ഇന്ത്യയിലെ പ്രധാന നിർമ്മാണ മേഖലയായ പൂനെ, ഗുജറാത്ത്, ചെന്നൈ ബെൽറ്റിനെ എടുത്തു പറയുന്നുണ്ട്. ചൈനയിൽ നിന്നുള്ള പമ്പുകളും കംപ്രസേഴ്സും ഈ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ബെൽറ്റിലേക്ക് എത്തുകയും അവിടെ വെച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തി ഇന്ത്യൻ പ്രോഡക്ട്സ് എന്ന വ്യാജേന അമേരിക്കയിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നുവെന്നാണ് നവാരോ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. പൂനെയിൽ നിന്ന് ഇന്ത്യൻ എന്ന പേരിൽ പുറപ്പെടുന്ന ചൈനീസ് പമ്പ് യഥാർത്ഥത്തിൽ അമേരിക്കയിലെ സിൻസിനാറ്റി, ഡേറ്റൺ, കൊളംബസ് തുടങ്ങിയ നഗരങ്ങളിലെ തൊഴിലാളികളുടെ ജോലി തട്ടിയെടുക്കുകയാണ് എന്ന് നവാരോ തുറന്നടിച്ചു. ഈ അനധികൃത റീറൂട്ടിംഗ് കാരണം അമേരിക്കൻ ഖജനാവിന് ശതകോടികളുടെ നഷ്ടമാണ് സംഭവിക്കുന്നത്. അമേരിക്കൻ കണക്കുകൾ പ്രകാരം പ്രതിവർഷം $40 ബില്യൺ മുതൽ $303 ബില്യൺ വരെ, ഏകദേശം 3.3 ലക്ഷം കോടി രൂപ മുതൽ 25 ലക്ഷം കോടി രൂപ വരെ മൂല്യമുള്ള ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് അമേരിക്കയിലേക്ക് കടത്തുന്നത്. അമേരിക്കൻ വിപണി സംരക്ഷിക്കാനും പ്രാദേശിക നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കാനും ട്രംപ് കൊണ്ടുവന്ന താരിഫുകളുടെ ഉദ്ദേശം തന്നെ ഈ ഷാഡോ നെറ്റ്വർക്ക് ഇല്ലാതാക്കുകയാണ് എന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നു. എന്നാൽ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാന കാര്യമുണ്ട്. ഈ 40 രാജ്യങ്ങളിലെയും ഗവൺമെന്റ്സ് മനഃപൂർവ്വം ഇതിൽ പങ്കാളികളാണ് എന്ന് അമേരിക്ക പറയുന്നില്ല. മറിച്ച് ചൈനീസ് വ്യാപാരികളും നിർമ്മാതാക്കളും ഈ രാജ്യങ്ങളിലെ ലിബറൽ ആയിട്ടുള്ള കസ്റ്റംസ് നിയമങ്ങളെയും ഫ്രീ ട്രേഡ് സോണുകളെയും ചൂഷണം ചെയ്യുകയാണ്. ഈ വ്യാപാര വെട്ടിപ്പ് തടയാൻ ഇനി പാരമ്പര്യ വഴികളല്ല, മറിച്ച് അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ CBP ഇതിനായിട്ട് ഡിറ്റക്റ്റീവ് ബോർഡർ എന്ന AI ടൂൾ രംഗത്തിറക്കിയിരിക്കുകയാണ്. എന്താണ് ഡിറ്റക്റ്റീവ് ബോർഡർ AI ചെയ്യുന്നത്? അമേരിക്കയിലേക്ക് വരുന്ന ഓരോ ഷിപ്മെന്റിന്റെയും ഹിസ്റ്ററി, റൂട്ടിംഗ് ഡേറ്റ, പ്രോഡക്റ്റ് ക്ലാസിഫിക്കേഷൻ എന്നിവ സൂക്ഷ്മമായിട്ട് പരിശോധിക്കും. കമ്പനികളുടെ ഉടമസ്ഥാവകാശ ബന്ധങ്ങൾ, ഫാക്ടറികളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്നിവ പരിശോധിക്കും. ഉദാഹരണത്തിന്, ഒരു ചെറിയ ഇന്ത്യൻ കമ്പനി പെട്ടെന്ന് ആയിരക്കണക്കിന് പമ്പുകൾ അമേരിക്കയിലേക്ക് അയച്ചാൽ ആ കമ്പനിക്ക് അത്രയും ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ടോ എന്ന് AI തിരിച്ചറിയും. വ്യാജമായ ലേബലിംഗ് തിരിച്ചറിഞ്ഞ് കനത്ത പിഴയും ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഉത്തരവും പുറപ്പെടുവിക്കും. ഇതുവഴി ശതകോടിക്കണക്കിന് ഡോളർ നികുതി ഇനത്തിൽ ഈടാക്കാനും അമേരിക്കൻ തൊഴിലാളികൾക്ക് 10,000 ജോലികൾ ഉറപ്പാക്കാനും കഴിയുമെന്നാണ് വൈറ്റ് ഹൗസ് അവകാശപ്പെടുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിലവിൽ ഉഭയകക്ഷി വ്യാപാര കരാറുകൾക്കായി ചർച്ചകൾ നടത്തുന്ന സമയത്താണ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ പുതിയ കടന്നാക്രമണം എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യയിലൂടെയുള്ള ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ കടത്ത് തടയാൻ അമേരിക്കൻ സമ്മർദ്ദം ശക്തമാകുന്നതോടെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് കൂടുതൽ കടുത്ത പരിശോധനകളെയും നിബന്ധനകളെയും വരും ദിവസങ്ങളിൽ നേരിടേണ്ടി വരും. ചൈനയുടെ താരിഫ് ലൂപ്പ് ഹോൾ അടയ്ക്കാൻ അമേരിക്ക ഇനി ബോർഡേഴ്സിലേക്ക് മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ സപ്ലൈ ചെയിനിലേക്കും നോക്കുകയാണ്. മഴ പെയ്യുന്ന ഒരു സായാഹ്നം, ഹൈവേയിലൂടെ സുഖകരമായ ഒരു യാത്ര. കാറിനുള്ളിൽ നേരിയ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്. മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വന്ന് പതിക്കുന്ന താളത്തിനൊപ്പം വാഹനം സുഗമമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വല്ലാതെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഒരു കളിപ്പാട്ട കാർ ഓടിക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ സ്റ്റിയറിംഗ് തെന്നി മാറുന്നു. ബ്രേക്ക് ചവിട്ടിയാലും വാഹനം നിൽക്കുന്നില്ല. പകരം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു തെന്നി നീങ്ങലിലേക്ക് വാഹനം വഴിമാറുന്നു. ഏതൊരു വിദഗ്ധനായ ഡ്രൈവറെയും ഭയപ്പെടുത്തുന്ന, ജീവൻ പണയം വെക്കേണ്ടി വരുന്ന ഈ ഭയാനകമായ ചില സെക്കൻഡുകളെയാണ് ഹൈഡ്രോപ്ലേനിംഗ് അഥവാ അക്വാപ്ലേനിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ മഴക്കാല ഡ്രൈവിങ്ങിനെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഈ ശാസ്ത്രീയ പ്രതിഭാസത്തെക്കുറിച്ച് ഓരോ ഡ്രൈവറും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിരത്തുകളിൽ ഒരു വാഹനം മുന്നോട്ട് കുതിക്കുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കൃത്യമായി ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയുന്നതും സ്റ്റിയറിംഗ് ഉപയോഗിച്ച് വളവുകൾ തിരിയുന്നതുമെല്ലാം വാഹനത്തിന്റെ യാന്ത്രിക സംവിധാനങ്ങളുടെയും എഞ്ചിന്റെയും മാത്രം കഴിവുകൊണ്ടല്ല. ഇതിനെല്ലാം ആധാരം ടയറും റോഡും തമ്മിലുള്ള ഘർഷണം അഥവാ ഫ്രിക്ഷനാണ്. മിനുസമുള്ള ഒരു തറയിൽ എണ്ണയൊഴിച്ചാൽ നമുക്ക് നടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ നമ്മുടെ പാദങ്ങളും തറയും തമ്മിലുള്ള ഘർഷണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഇതേ ഭൗതിക ശാസ്ത്രം തന്നെയാണ് ഹൈഡ്രോപ്ലേനിങ്ങിലും സംഭവിക്കുന്നത്.
മഴയത്ത് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വേഗത്തിൽ വരുന്ന വാഹനത്തിന്റെ ടയറിനും റോഡിനുമിടയിൽ ആ വെള്ളം ഒരു നേരിയ പാളിയായി രൂപാന്തരപ്പെടുന്നു. സാധാരണഗതിയിൽ ടയറുകളിലെ ചാലുകൾ അഥവാ ത്രെഡുകൾ ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ഈ വെള്ളത്തെ വെളിയിലേക്ക് തെറിപ്പിച്ച് റോഡുമായുള്ള സമ്പർക്കം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ വേഗത കൂടുമ്പോൾ ഈ പമ്പിംഗ് പ്രക്രിയ പരാജയപ്പെടുകയും കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു. വാഹനത്തിന്റെ വേഗത ഒരു നിശ്ചിത പരിധി കടക്കുമ്പോൾ ടയറുകൾക്ക് പുറന്തള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം അതിനടിയിലേക്ക് ഇരച്ചു കയറുന്നു. വെള്ളം കംപ്രസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ അതിമർദ്ദം കാരണം ടയറുകൾ റോഡിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു. അതായത് ആയിരക്കണക്കിന് കിലോഗ്രാം ഭാരമുള്ള നിങ്ങളുടെ വാഹനം റോഡിലല്ല, പകരം ഒരു നേരിയ ജലപാളിക്ക് മുകളിലൂടെയാണ് അപ്പോൾ സഞ്ചരിക്കുന്നത്. റോഡുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഈ അവസ്ഥയിൽ ബ്രേക്കിങ്ങും സ്റ്റിയറിംഗും ആക്സിലേറ്ററും പൂർണ്ണമായും നിർജീവമാകുന്നു. ഡ്രൈവർക്ക് വാഹനത്തിലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുകയും വാഹനം തെന്നിമറിഞ്ഞ് വലിയ അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഭൗതിക ശാസ്ത്രത്തിന്റെ ലളിതമായ ഈ നിയമം പലപ്പോഴും ഡ്രൈവർമാർ തിരിച്ചറിയുന്നത് അപകടം സംഭവിക്കുന്ന ആ നിമിഷത്തിൽ മാത്രമായിരിക്കും. ഹൈഡ്രോപ്ലെയിനിങ്ങിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ പലതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വാഹനത്തിന്റെ അമിത വേഗത തന്നെയാണ്. മണിക്കൂറിൽ 60-70 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനത്തിന് മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ നിയന്ത്രണം നഷ്ടപ്പെടാം. ഇതിനു പുറമെ ടയറുകളുടെ അവസ്ഥയും വളരെ നിർണായകമാണ്. തേയ്മാനം സംഭവിച്ച ത്രെഡുകളുടെ ആഴം കുറഞ്ഞ ടയറുകൾക്ക് വെള്ളം പുറത്തേക്ക് തെറിപ്പിക്കാനുള്ള പമ്പിംഗ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. പുതിയ ടയറുകൾ സെക്കൻഡിൽ ഗാലൻ കണക്കിന് വെള്ളം പുറന്തള്ളുമ്പോൾ പഴയ ടയറുകൾ ആ വെള്ളത്തിന് മുകളിലൂടെ തെന്നി നീങ്ങാൻ മാത്രമേ ഉപകരിക്കൂ. വാഹനങ്ങളിലെ ടയർ പ്രഷറുമായി ബന്ധപ്പെട്ട് ആളുകൾക്കിടയിലുള്ള ഒരു വലിയ തെറ്റിദ്ധാരണയും ഇവിടെ തിരുത്തേണ്ടതുണ്ട്. മഴക്കാലത്ത് ടയറിലെ കാറ്റ് കുറച്ചാൽ റോഡിൽ കൂടുതൽ ഗ്രിപ്പ് കിട്ടുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. എന്നാൽ സത്യം നേരെ മറിച്ചാണ്. കാറ്റ് കുറഞ്ഞ ടയറുകളുടെ മധ്യഭാഗം ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുകയും അവിടെ കൂടുതൽ വെള്ളം കെട്ടിനിൽക്കാൻ ഇടയാവുകയും ചെയ്യുന്നത് ഹൈഡ്രോപ്ലെയിനിംഗ് സാധ്യത 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. കൃത്യമായ കാറ്റില്ലാത്ത ടയറുകൾ വേഗത്തിൽ ജലപാളിക്ക് മുകളിലേക്ക് ഉയർത്തപ്പെടും. കൂടാതെ ഭാരം കുറഞ്ഞ വാഹനങ്ങൾക്ക് ഈ പ്രതിഭാസത്തിന് വിധേയമാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ആധുനിക വാഹന സാങ്കേതിക വിദ്യ എത്രത്തോളം വളർന്നിട്ടും പ്രകൃതിയുടെ ഈ നിയമത്തിന് മുന്നിൽ പലപ്പോഴും പകച്ചു നിൽക്കുന്നുണ്ട്. ഇന്ന് വിപണിയിലിറങ്ങുന്ന മിക്ക കാറുകളിലും ABS, ഇലക്ട്രോണിക്സ് സ്റ്റെബിലിറ്റി കൺട്രോൾ തുടങ്ങിയ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മികച്ച ഗ്രിപ്പ് നൽകുന്ന സിലിക്ക സംയുക്തങ്ങൾ അടങ്ങിയ പുതിയ കാലത്തെ ടയറുകളും വിപണിയിൽ ലഭ്യമാണ്. ഇവയൊക്കെ അപകട സാധ്യത ഒരു പരിധിവരെ കുറയ്ക്കുന്നുണ്ടെങ്കിലും ഹൈഡ്രോപ്ലെയിനിംഗ് സംഭവിക്കുന്ന സമയത്ത് റോഡും ടയറും തമ്മിൽ യാതൊരു സമ്പർക്കവുമില്ലാത്തതിനാൽ ഈ ഡിജിറ്റൽ സുരക്ഷാ സംവിധാനങ്ങൾക്കൊന്നും തന്നെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. സമ്പർക്കമില്ലാത്ത അവസ്ഥയിൽ സെൻസറുകൾക്ക് വിവരങ്ങൾ ശേഖരിക്കാനോ ബ്രേക്കുകൾക്ക് കൃത്യമായി പ്രവർത്തിക്കാനോ കഴിയില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മഴക്കാലത്തെ ക്രൂയിസ് കൺട്രോൾ ഉപയോഗം. നനഞ്ഞ റോഡുകളിലൂടെ പോകുമ്പോൾ ഒരിക്കലും ക്രൂയിസ് കൺട്രോൾ സംവിധാനം ഉപയോഗിക്കാൻ പാടില്ല. ഹൈഡ്രോപ്ലെയിനിംഗ് സംഭവിക്കുമ്പോൾ ടയറുകൾക്ക് ഗ്രിപ്പ് നഷ്ടപ്പെട്ട് വാഹനം തെന്നി മാറുന്നതിനൊപ്പം പഴയ വേഗത നിലനിർത്താനായി ക്രൂയിസ് കൺട്രോൾ സംവിധാനം വീണ്ടും ആക്സലറേറ്റ് ചെയ്യുന്നത് അപകടത്തിന്റെ തീവ്രത ഭയാനകമായി വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. ഇനി ഹൈഡ്രോപ്ലെയിനിംഗ് മൂലം നിങ്ങളുടെ വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ അഥവാ ആ പ്രതിസന്ധി ഘട്ടത്തിൽ അകപ്പെട്ടാൽ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നോക്കാം. ഇവിടെ ഡ്രൈവറുടെ സംയമനവും മനസാന്നിധ്യവുമാണ് ഏറ്റവും പ്രധാനം. വാഹനം തെന്നിമാറുന്നു എന്ന് മനസ്സിലാക്കുന്ന ആദ്യ നിമിഷത്തിൽ തന്നെ ഭയം മൂലം ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം ശക്തിയായി ബ്രേക്ക് ചവിട്ടുകയും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുകയും ചെയ്യുക എന്നതാണ്. ഈ 2 പ്രവൃത്തികളും വാഹനത്തെ പൂർണ്ണമായും വട്ടം കറക്കാനും മറിയാൻ. ലോകത്തിലെ ഏറ്റവും ശക്തമായ നാവികസേന, അതിലെ ഏറ്റവും അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റ് കാരിയേഴ്സിൽ ഒന്ന്. ആയിരക്കണക്കിന് സൈനികർ, ന്യൂക്ലിയർ പവേർഡ് പ്രൊപ്പൽഷൻ, F-35C സൂപ്പർ ഹോർണറ്റ് പോലെയുള്ള യുദ്ധവിമാനങ്ങൾ. പക്ഷേ ഇന്ന് USS എബ്രഹാം ലിങ്കൺ വാർത്തകളിൽ നിറയുന്നത് അതിന്റെ മിസൈൽസിന്റെയോ ഫൈറ്റർ ജെറ്റ്സിന്റെയോ പേരിലല്ല. കടലിലൂടെ ഒഴുകി നടക്കുന്ന മിനി സിറ്റി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ ന്യൂക്ലിയർ പവേർഡ് വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ ഇന്നൊരു വലിയ ദുരന്തത്തിന്റെ വക്കിലാണ് എന്ന് പറയണം. 250-ലേറെ ദിവസം കടലിൽ തുടർച്ചയായി കഴിയേണ്ടി വന്ന 5000-ഓളം വരുന്ന സൈനികരുടെയും മെറീനുകളുടെയും മെന്റൽ ഹെൽത്ത്, ഫുഡ്, വാട്ടർ, സാനിറ്റേഷൻ, ബേസിക് സപ്ലൈസ് എന്നിവയെക്കുറിച്ചുള്ള ഗുരുതരമായ പരാതികളാണ് ഉയരുന്നത്. നരകതുല്യമായ ജീവിത സാഹചര്യങ്ങൾ സഹിക്കാനാവാതെ കപ്പലിലുള്ള സൈനികർ കടലിലേക്ക് ചാടി ജീവൻ ഒടുക്കാൻ ശ്രമിക്കുന്നുവെന്ന മാധ്യമ റിപ്പോർട്ടുകളുമാണ് പെന്റഗണിനെയും ലോകത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ പെന്റഗൺ പ്രതിരോധത്തിലായി. കോൺഗ്രസ് വിശദീകരണം ആവശ്യപ്പെട്ടു. ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ആരോപണങ്ങൾ തള്ളി. പിന്നെ ഇപ്പോൾ മറ്റൊരു എയർക്രാഫ്റ്റ് കാരിയറായ USS ജോർജ് വാഷിംഗ്ടണിനെ മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ച് ലിങ്കണിനെ റിലീവ് ചെയ്യാനുള്ള നീക്കവും തുടങ്ങി. എന്താണ് USS എബ്രഹാം ലിങ്കൺ എന്ന വമ്പൻ യുദ്ധക്കപ്പലിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മിലിറ്ററി റിപ്പോർട്ടുകൾ പുറത്തുവിട്ട ആ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കാം.
ആദ്യം USS എബ്രഹാം ലിങ്കൺ എന്താണ് എന്ന് നോക്കാം. ഇത് നിമിറ്റ്സ് ക്ലാസ് ന്യൂക്ലിയർ പവർഡ് എയർക്രാഫ്റ്റ് കാരിയർ ആണ്. ഏകദേശം 5000 സെയിലേഴ്സ്, മെറീൻസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഫ്ലോട്ടിംഗ് മിലിറ്ററി സിറ്റി. പക്ഷേ ഇപ്പോഴത്തെ ഡിപ്ലോയ്മെന്റ് സാധാരണ ഡിപ്ലോയ്മെന്റ് അല്ല. 2025 നവംബർ 21 കാലിഫോർണിയയിലെ സാൻ ഡിയേഗോയിൽ നിന്ന് USS എബ്രഹാം ലിങ്കൺ യാത്ര തിരിച്ചത്. പസഫിക് മേഖലയിലെ സാധാരണ സുരക്ഷാ പര്യടനത്തിന് വേണ്ടി പുറപ്പെട്ട കപ്പൽ 7 മാസത്തെ സേവനത്തിന് ശേഷം 2026 മെയ് മാസത്തോടെ തിരികെ നാട്ടിലെത്തും എന്നായിരുന്നു വാഗ്ദാനം അല്ലെങ്കിൽ പ്രതീക്ഷ. പക്ഷേ ഇതിനിടെ മിഡിൽ ഈസ്റ്റിലെ ഇറാൻ കോൺഫ്ലിക്റ്റ് ശക്തമായി. അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ ഇറങ്ങിയതോടെ ലിങ്കന്റെ മിഷൻ മാറി, പസഫിക്കിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക്. അവിടെ എത്തിയ ശേഷം കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് US ഓപ്പറേഷൻസിന്റെ പ്രധാന ഭാഗമായി തീർന്നു. ഇപ്പോൾ ആ ഡിപ്ലോയ്മെന്റ് 9ാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തങ്ങളുടെ തിരിച്ചുവരവിന്റെ തീയതികൾ പലതവണ മാറ്റിവെച്ചതും തുടർച്ചയായിട്ട് 200 ദിവസത്തിലേറെയായി ഒരു പോർട്ട് കോൾ പോലും, അതായത് പോർട്ട് കോൾ എന്ന് പറയുന്നത് കപ്പൽ കരയിൽ അടുപ്പിച്ച് സൈനികർക്ക് വിശ്രമം നൽകുന്ന സംവിധാനമാണ്, അതുപോലും ലഭിക്കാത്തതുമാണ് നാവികരുടെ മാനസിക സന്തുലിതാവസ്ഥ പൂർണ്ണമായും തകർത്തത്. ആധുനിക നാവിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ കടൽവാസത്തിന്റെ റെക്കോർഡാണ് ഈ കപ്പൽ ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. ഇവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ലിങ്കണിലുള്ള സെയിലേഴ്സിന്റെയും അവരുടെ ഫാമിലികളുടെയും ഒക്കെ ആരോപണങ്ങൾ പ്രകാരം ബേസിക് സപ്ലൈസ് പോലും ചില ഘട്ടങ്ങളിൽ കുറവായിരുന്നു. ഭക്ഷണക്ഷാമം, കുടിവെള്ളത്തിൽ മലിനീകരണം, സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ഡിയോഡ്രന്റ് എന്നിവ കിട്ടാനില്ല. തപാൽ സംവിധാനം അവതാളത്തിലായതോടെ കുടുംബങ്ങൾ അയച്ച കെയർ പാക്കറ്റുകൾ മാസങ്ങളായിട്ട് കുടുങ്ങിക്കിടക്കുന്നു. അതിനൊപ്പം പ്ലംബിംഗ്, ബാത്റൂം, ഷവേഴ്സ് തുടങ്ങിയവയെക്കുറിച്ചും പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഇവയെല്ലാം കൂടി ചേർന്നപ്പോൾ ക്രൂ മെമ്പേഴ്സിന് ഇതെല്ലാം ഗുരുതരമായി ബാധിച്ചു എന്നാണ് കുടുംബങ്ങൾ പറയുന്നത്. ഇതിനു പുറമെ ഇറാനിൽ നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണ ഭീഷണികൾ നിലനിൽക്കുന്നതിനാൽ 24 മണിക്കൂറും കപ്പലിൽ അലാറങ്ങളും അതുപോലെ ജാഗ്രതാ നിർദ്ദേശങ്ങളും മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഭയം കാരണം ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നാവികർ. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം, ഇവയിലെ എല്ലാ ആരോപണങ്ങളും പെന്റഗൺ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഫാമിലി കംപ്ലയിന്റ്സ് അത്ര ശക്തമായതോടെ വിഷയം ഇപ്പോൾ കോൺഗ്രസിലേക്കും എത്തിയിരിക്കുകയാണ്. അതിലും ഭയാനകം, ഈ പറഞ്ഞതിലും ഭയാനകമായ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ മെന്റൽ ഹെൽത്ത് റിപ്പോർട്ട്സ് ആണ്. കപ്പലിൽ ജോലി ചെയ്യുന്ന ചില സെയിലേഴ്സ് വളരെ സിവിയർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ സ്ട്രെസ് അനുഭവിക്കുന്നു എന്നും ചിലർ ഓവർബോർഡ് പോകാൻ, അതായത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഒരു നാവികൻ ഓവർബോർഡ് പോയ സംഭവം ഓഗസ്റ്റ് 3 നടന്നതായിട്ട് US സൈഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ നാവികനെ രക്ഷപ്പെടുത്തി മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കിയതായിട്ട് അമേരിക്കൻ ഒഫീഷ്യൽസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഗതി വൻ വിവാദമായതോടെ വാഷിംഗ്ടണിൽ വലിയൊരു രാഷ്ട്രീയ യുദ്ധമാണ് ആരംഭിച്ചിരിക്കുന്നത്. US ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് പനാമ സന്ദർശനത്തിനിടെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ റിപ്പോർട്ടുകളെല്ലാം കാര്യങ്ങളെ തെറ്റായി ചിത്രീകരിക്കുന്നു എന്നാണ്. ചില ദൗത്യങ്ങൾ നീണ്ടു നിൽക്കാറുണ്ട് എന്നും നാവികർ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുകയാണ് എന്നും പറഞ്ഞ അദ്ദേഹം റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞു. എന്നാൽ ജനപ്രതിനിധിയായ മൈക്ക് ലെവിനും സെനറ്റർ റിച്ചാർഡ് ബ്ലൂമെന്താലും പെന്റഗണിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. രാജ്യത്തെ സേവിക്കാൻ തയ്യാറായി വന്ന നമ്മുടെ സൈനികർക്ക് ചൂടുവെള്ളവും പ്രവർത്തിക്കുന്ന ശുചിമുറിയും ഒരു നേരം നല്ല ഭക്ഷണവും നൽകാൻ പോലും പെന്റഗണിന് കഴിയുന്നില്ല. എന്നിട്ട് ആ കുടുംബങ്ങളെ കള്ളന്മാരെന്ന് വിളിക്കാൻ ഹെഗ്സെറ്റിന് എങ്ങനെ ധൈര്യം വന്നു എന്നാണ് ലെവിൻ ചോദിച്ചത്. ഇതിനിടയിലാണ് USS ജോർജ് വാഷിംഗ്ടൺ മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങുകയാണ് എന്ന വിവരം പുറത്തുവരുന്നത്. പസഫിക് ബേസ്ഡ് എയർക്രാഫ്റ്റ് കാരിയറായ ജോർജ് വാഷിംഗ്ടൺ ലിങ്കണെ റിലീവ് ചെയ്യാനുള്ള മിഷനിലേക്ക് പോകുന്നതായിട്ടാണ് പുതിയ റിപ്പോർട്ട്സ്. ഇത് വളരെ സിഗ്നിഫിക്കന്റ് ആണ്, കാരണം ലിങ്കണിലെ ക്രൂവിന് ആശ്വാസം ലഭിക്കാനുള്ള സാധ്യത ഇതിലൂടെ ഉയരുന്നുണ്ട്. ജോർജ് വാഷിംഗ്ടൺ ഡനാങ് നിന്ന് പുറപ്പെട്ട സ്ട്രേറ്റ് ഓഫ് മലാക്ക വഴി ഇന്ത്യൻ ഓഷനിലേക്ക് നീങ്ങുകയാണ്. തുടർന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് എത്തി ലിങ്കണിനെ റീപ്ലേസ് ചെയ്യാനാണ് പദ്ധതി. പക്ഷേ US ഒഫീഷ്യൽസ് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട് ഇവിടെ. ഈ കാരിയർ റൊട്ടേഷൻ ഇപ്പോഴത്തെ കോൺട്രവേഴ്സി ഉണ്ടായതിന്റെ റിയാക്ഷൻ അല്ല, ഇത് നേരത്തെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു റൊട്ടേഷൻ ആയിരുന്നു എന്നാണ് ഒഫീഷ്യൽസ് പറയുന്നത്. അതുകൊണ്ട് റിപ്പോർട്ട്സ് പുറത്തു വന്നത് കൊണ്ട് മാത്രമാണ് വാഷിംഗ്ടണിനെ അയച്ചത് എന്ന് ഉറപ്പിച്ചു പറയാൻ ഇപ്പോൾ കഴിയില്ല. എങ്കിലും ടൈമിംഗ് ശ്രദ്ധേയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവർ എന്ന് അവകാശപ്പെടുമ്പോഴും തങ്ങളുടെ സൈനികരുടെ അടിസ്ഥാനപരമായ ശാരീരിക മാനസിക ആരോഗ്യത്തെ അവഗണിച്ചാൽ ഏത് വൻശക്തിക്കും എന്താണ് സംഭവിക്കുക എന്നതിന്റെ തെളിവാണ് USS എബ്രഹാം ലിങ്കൺ. ആധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യയും എത്രയുണ്ടെങ്കിലും അവ പ്രവർത്തിപ്പിക്കുന്ന മനുഷ്യരുടെ നിശ്ചയദാർഢ്യമാണ് ഏതൊരു സേനയുടെയും കരുത്ത് എന്ന് പറയുന്നത്. പശ്ചിമേഷ്യയിൽ അവസാനമില്ലാത്ത യുദ്ധങ്ങളിൽ സൈനികരെ അനിശ്ചിതമായിട്ട് തളച്ചിടുന്നത് അമേരിക്കൻ നാവികസേനയുടെ മൊത്തത്തിലുള്ള മനോവീര്യത്തെയാണ് ബാധിക്കുന്നത്. ജോർജ് വാഷിംഗ്ടൺ എത്തുന്നതോടെ ലിങ്കണിലെ സൈനികർക്കും നാവികർക്കും ഒക്കെ നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അമേരിക്കൻ പ്രതിരോധ വകുപ്പിന് ഏൽക്കേണ്ടി വന്ന ഈ കറ അത്ര എളുപ്പത്തിൽ മാഞ്ഞു പോകില്ല. ഇന്ത്യയെക്കുറിച്ച് ലോകത്തിന് എന്താണ് ശരിക്കും തോന്നുന്നത്? ഒരു രാജ്യത്തിന്റെ മിലിറ്ററി പവർ നോക്കിയല്ല, GDP നോക്കിയല്ല, ഡിപ്ലോമാറ്റിക് ഇൻഫ്ലുവൻസ് മാത്രം നോക്കിയുമല്ല, ആ രാജ്യത്തെക്കുറിച്ച് സാധാരണ മനുഷ്യർക്ക് എന്താണ് തോന്നുന്നത് എന്നതാണ്
ഒരു രാജ്യത്തിന്റെ ശരിക്കുമുള്ള ഗ്ലോബൽ ഇമേജിന്റെ വലിയ സൂചന. ഇപ്പോൾ ഇന്ത്യയുടെ ഗ്ലോബൽ ഇമേജ് സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്ന ഒരു പുതിയ ഇന്റർനാഷണൽ സർവേ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ്. 36 രാജ്യങ്ങളിൽ നടത്തിയ സർവേയിൽ ഇന്ത്യയെ ഫേവറബിൾ ആയിട്ട് കാണുന്നവരുടെ ശതമാനം ചില രാജ്യങ്ങളിൽ 70% മുകളിലാണ്. പക്ഷെ അതേ ഇന്ത്യയെക്കുറിച്ചുള്ള അഭിപ്രായം പാകിസ്ഥാനിൽ എത്തുമ്പോൾ വെറും 7%. അതേസമയം ഇന്ത്യയുടെ അയൽ രാജ്യമായ ശ്രീലങ്കയിൽ 79%. അതായത് ഒരേ സൗത്ത് ഏഷ്യൻ നെയ്ബർഹുഡിൽ തന്നെ 79 വേഴ്സസ് 7%. അങ്ങ് വാഷിംഗ്ടൺ DC മുതൽ നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്ക വരെ ഇന്ത്യയെ എങ്ങനെ കാണുന്നു? നരേന്ദ്രമോദി സർക്കാരിന്റെ വിദേശ നയത്തെ ലോക ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും വിശ്വസനീയമായ പ്യൂ റിസർച്ച് സെന്റർ പുറത്തുവിട്ട പുതിയ ഗ്ലോബൽ സർവേ റിപ്പോർട്ട് വൻ ചർച്ചയായിരിക്കുകയാണ്. 36 രാജ്യങ്ങളിലെ 42,000-ലധികം ആളുകൾക്കിടയിൽ നടത്തിയ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് ലോകം ഇന്ത്യയുടെ കാര്യത്തിൽ രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ്. ഒരു വശത്ത് അയൽരാജ്യമായ ശ്രീലങ്കയിൽ 79% ആളുകളും ഇന്ത്യയെ നെഞ്ചിലേറ്റുമ്പോൾ മറുവശത്ത് പാകിസ്ഥാനിൽ കേവലം 7% ആളുകൾ മാത്രമാണ് ഇന്ത്യയെക്കുറിച്ച് നല്ലത് പറയുന്നത്. എന്നാൽ ഏറ്റവും കൗതുകരം എന്നാൽ ആശങ്കയുള്ള കാര്യം എന്ന് പറയുന്നത് സൂപ്പർ പവറായ അമേരിക്കയിൽ ഇന്ത്യയുടെ ആ ഒരു ജനപ്രീതി കുറയുന്നുവെന്നാണ് സർവേ പറയുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യയെ സ്നേഹിക്കുന്നത്, ആരൊക്കെയാണ് ഇന്ത്യക്ക് എതിരായിട്ട് നിൽക്കുന്നത്? ഈ സർവേയിലെ മുഴുവൻ വിവരങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് സർവേയുടെ ആകെ തുക എന്താണ് എന്ന് നോക്കാം. ലോകമെമ്പാടുമുള്ള 36 രാജ്യങ്ങളിൽ നിന്ന് ശേഖരിച്ച കണക്കുകൾ പ്രകാരം 45% ആളുകൾ ഇന്ത്യയോട് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. 41% ആളുകൾ ഇന്ത്യയോട് പ്രതികൂലമായ നിലപാട് പുലർത്തുന്നു. അതായത് ലോകത്തെ ഇന്ത്യയെ ഇഷ്ടപ്പെടുന്നവരും എതിർക്കുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമില്ല. കേവലം 4% മാർജിൻ മാത്രമാണുള്ളത്. 2023 സർവേയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയോടുള്ള ആഗോള കാഴ്ചപ്പാട് കൂടുതൽ പോളറൈസ്ഡ്, ധ്രുവീകരിക്കപ്പെടുകയും മത്സരാധിഷ്ഠിതമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലെ വിരുദ്ധമായ കാഴ്ചപ്പാടുകളാണ്. സർവേയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സർപ്രൈസ് എന്ന് പറയണം നമ്മുടെ തൊട്ടടുത്തുള്ള ശ്രീലങ്കയാണ്. ശ്രീലങ്ക സർവേയിൽ പങ്കെടുത്ത ശ്രീലങ്കൻ ജനതയുടെ 79% ആളുകളും ഇന്ത്യയെ പോസിറ്റീവായിട്ട് കാണുന്നു. 2024 14 പോയിന്റിന്റെ വർധനവാണ് ഇതിലുണ്ടായത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യ നൽകിയ ശതകോടികളുടെ സഹായവും നയതന്ത്ര പിന്തുണയുമാണ് ഇതിന് കാരണം. 63% ശ്രീലങ്കക്കാരും ഇന്ത്യയെ തങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അടുത്തത് പാകിസ്ഥാൻ. തൊട്ടപ്പുറത്തുള്ള പാകിസ്ഥാനിൽ കഥ തികച്ചും വിപരീതമാണ്. പാകിസ്ഥാനിൽ കേവലം 7% ആളുകൾ മാത്രമാണ് ഇന്ത്യയെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞത്. സർവേ നടത്തിയ 36 രാജ്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിംഗ് പാകിസ്ഥാനിൽ നിന്നാണ്. അടുത്തത് ബംഗ്ലാദേശ്. തൊട്ടടുത്തുള്ള ബംഗ്ലാദേശിൽ സർക്കാരുകൾ മാറിയതോടെ ഇന്ത്യയുടെ ജനപ്രീതിയിൽ കുറവുണ്ടായിട്ടുണ്ട്. മുൻപ് ഭൂരിപക്ഷം ആളുകളും ഇന്ത്യയെ പിന്തുണച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 45% താഴെയായിട്ട് കുറഞ്ഞു. ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം അമേരിക്കയിലെയും യൂറോപ്പിലെയും ആളുകൾ ഇന്ത്യയെ എങ്ങനെ കാണുന്നു എന്നതാണ്. അമേരിക്കൻ വീക്ഷണം നോക്കുമ്പോൾ അമേരിക്കയിലെ ആളുകളിൽ 50% പേരും ഇന്ത്യയോട് പ്രതികൂല നിലപാടാണ് കാണിക്കുന്നത്. 45% ആളുകൾ മാത്രമാണ് അനുകൂലമായിട്ട് സംസാരിച്ചത്. 2008 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ റേറ്റിംഗ് ആണിത്. ഇവിടെ മനോഹരമായ ഒരു രാഷ്ട്രീയ വിഭജനമുണ്ട്. അമേരിക്കയിലെ ലിബറലുകൾ അഥവാ ഡെമോക്രാറ്റുകളിൽ 54% പേരും ഇന്ത്യ അനുകൂലിക്കുന്നുണ്ട്. എന്നാൽ കൺസർവേറ്റീവുകൾ അഥവാ റിപ്പബ്ലിക്കൻസിൽ 42% മാത്രമാണ് ഇന്ത്യയോട് അനുകൂല നിലപാട് എടുക്കുന്നത്. ഇനി യൂറോപ്പിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും വരുമ്പോൾ യൂറോപ്പിൽ ഇന്ത്യയുടെ ഇമേജ് കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇനി UK-യും കെനിയയും നോക്കുമ്പോൾ 70% ആളുകൾ ഇന്ത്യയെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, സ്വീഡൻ എന്നീ രാജ്യങ്ങളിലും ഭൂരിഭാഗം ജനങ്ങളും ഇന്ത്യയുടെ അനുകൂല സമീപനമുള്ളവരാണ്. ജർമ്മനിയിൽ അനുകൂല തരംഗം 63% ഉയർന്നിട്ടുണ്ട്. ഇസ്രായേലും തായ്ലൻഡും നോക്കുമ്പോൾ ഇസ്രായേലിലും തായ്ലൻഡിലും ഇന്ത്യയുടെ പ്രതിച്ഛായ വളരെ ശക്തമാണ്. ഇസ്രായേലിലെ വലതുപക്ഷ പാർട്ടിക്കാർക്കിടയിൽ 68% ആളുകളും ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു. എന്നാൽ ചില പ്രധാന മേഖലകളിൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ഒന്ന് തുർക്കിയാണ്. കേവലം 15% ആളുകൾ മാത്രമാണ് തുർക്കിയിൽ ഇന്ത്യയെ അനുകൂലിക്കുന്നത്. 80%-ലധികം ആളുകളും പ്രതികൂല നിലപാടാണ്. ഇനി വെസ്റ്റ് ബാങ്കും ഈസ്റ്റ് ജെറുസലേമും ഉണ്ട്. പലസ്തീൻ മേഖലകളിൽ കേവലം 18% ആളുകൾ മാത്രമാണ് ഇന്ത്യയോട് മമത കാണിക്കുന്നത്. ഗാസ വിഷയത്തിലെ ഇന്ത്യയുടെ നയതന്ത്ര നിലപാടുകളാണ് ഇതിന് കാരണമെന്ന് കരുതപ്പെടുന്നു. അടുത്തത് സൗത്ത് കൊറിയയിലേക്ക് വരുമ്പോൾ ഏഷ്യൻ ശക്തിയായ സൗത്ത് കൊറിയയിൽ മുൻപ് 59% ഉണ്ടായിരുന്ന ഇന്ത്യയുടെ ജനപ്രീതി 44% കൂപ്പുകുത്തിയിട്ടുണ്ട്. ഇനി ലാറ്റിൻ അമേരിക്ക, അതായത് ബ്രസീൽ, മെക്സിക്കോ, അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളിലും വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇന്ത്യയെക്കുറിച്ച് നിഷ്പക്ഷമായിട്ടോ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടോ ഉള്ള അഭിപ്രായമാണ് ഉള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ G20 ഉച്ചകോടിയും സാമ്പത്തിക വളർച്ചയും വഴി വിശ്വഗുരു എന്ന പേര് വഹിച്ച് മുന്നേറുന്ന ഇന്ത്യക്ക് ആഗോള പൊതുജന വികാരത്തിൽ ചില വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പ്യൂ സർവേ ഓർമ്മിപ്പിക്കുന്നത്. യൂറോപ്പിലും ഗ്ലോബൽ സൗത്തിലും ഇന്ത്യ സ്വാധീനം ശക്തമാക്കുമ്പോഴും അമേരിക്കയിലും ഏഷ്യ പസഫിക് മേഖലയിലും ചില രാജ്യങ്ങളിലെ പ്രതികൂല തരംഗം പരിഹരിക്കാൻ ശക്തമായ സോഫ്റ്റ് പവർ നയതന്ത്രം ഇനി ഇന്ത്യക്ക് അത്യാവശ്യമാണ്.
ലോകത്ത് എത്ര സംഘർഷങ്ങളും തർക്കങ്ങളും പുകഞ്ഞാലും ചർച്ചകളിലൂടെയും നയതന്ത്ര ബന്ധങ്ങളിലൂടെയും മാത്രമേ ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താനാകൂ എന്ന് ലോക ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയുടെയും പ്രതിരോധത്തിന്റെയും അതിരുകളില്ലാത്ത വികസനം തുടരുമ്പോൾ തന്നെ സൈനികരുടെ മാനസികാരോഗ്യവും മാനുഷിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചും രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ സുതാര്യമാക്കി മുന്നോട്ട് പോയാൽ വലിയൊരു ആഗോള പ്രതിസന്ധിയെ പോലും മറികടന്ന് മെച്ചപ്പെട്ട അന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കും. വരും നാളുകളിൽ നയതന്ത്ര മേഖലയിലെ മാറ്റങ്ങൾ കൂടുതൽ പോസിറ്റീവായ വാർത്തകൾ കൊണ്ടുവരുമെന്ന് പ്രത്യാശിക്കാം. ഗുഡ് നൈറ്റ്.